നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സിൽ പിന്നെ വരുന്ന ഒരു കൺഫ്യൂഷനാണ് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോസ്റ്റ്, അതായത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇപ്പൊ ലാൻഡിന്റെ റെന്റ്, ലേബറിന്റെ വേജ് ആൻഡ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ്, ഇത് ആഡ് ചെയ്യുമ്പോഴാണ് ഫാക്ടർ കോസ്റ്റ് കിട്ടുക. പിന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ കൊടുക്കുന്നതാണ് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ ഈ ഫാക്ടർ കോസ്റ്റ് മാത്രം ആഡ് ചെയ്താൽ മതിയാവില്ല, അതിന്റെ കൂടെ ഗവൺമെന്റിന് പേ ചെയ്യേണ്ട ടാക്സ് കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ടാക്സ് ആഡ് ചെയ്യണം. അപ്പൊ അതാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മൾ അറിയാതെ ആഡ് ചെയ്യുന്നത്. ടാക്സ് എത്രയാണെന്ന് നമുക്കറിയില്ല, പ്രൈസിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാലോ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്ത്, അതായത് ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ ഗവൺമെന്റ് എന്ത് ചെയ്യും? സബ്സിഡി കൊടുക്കും. അപ്പൊ ഗവൺമെന്റിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന സബ്സിഡി നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യുന്ന ടാക്സിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ ടോട്ടൽ പ്രോഡക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ് എന്ത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ GDP അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്തായിരിക്കും? ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ സെയിം ആണ് എന്ത്? GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, അതായത് GNP അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, GNP അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്താൽ മതി. ഇതേപോലെ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെങ്കിലോ GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്താൽ മതി. അതേപോലെ NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിലോ NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അതുപോലെ NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇനി NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിലോ പറഞ്ഞ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അതേപോലെ തന്നെ എന്താണ്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അതായത് മാർക്കറ്റ് പ്രൈസ് കിട്ടണമെങ്കിൽ ആ ഒരു അതേ നാഷണൽ ഇൻകം കോൺസെപ്റ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്താൽ മതി. അതുപോലെ ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ അതിന്റെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ മതി.